വെക്കേഷനൊക്കെ അല്ലേ? ഇപ്പൊ വെക്കേഷന് കഴിയാറായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ ഇനി സ്കൂൾ തുറക്കാൻ. സ്കൂൾ തുറക്കാറായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടാക്കിയാലോ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയിം സ്ലിപ്സ് ആണ്. ഓക്കെ, നമുക്കെന്നാ ഉണ്ടാക്കിയാലോ? അപ്പം നമ്മൾ ഒരു പേപ്പർ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തതിൽ കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് എഫോർട്ടിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേപ്പർ എടുത്തത്. നമ്മൾ നമ്മുടെ പേപ്പറിനെ രണ്ടായിട്ട് മടക്കുക. ഞാൻ നോക്കിയപ്പോൾ ഇതായിപ്പോയി, എന്തൊക്കെയായിപ്പോയി. അപ്പോഴായിരുന്നു ഞാനൊന്ന് മടക്കിയിട്ട് വരാം. അപ്പം എന്ത് ചെയ്യാൻ, ഞാൻ മടക്കിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് മടക്കണം. തിരിച്ച് മടക്കിയിട്ട് ഇനി നമ്മൾ വീണ്ടും ഒന്നിങ്ങനെ മടക്കണം. മടക്കിയൊരു വിധമാണ് നമ്മളിപ്പോൾ. അപ്പം നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ടിങ്ങും ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ A4 ഷീറ്റ് എടുക്കണമെങ്കിൽ കുറേ ഉണ്ടായിരുന്നേനെ. എനിക്ക് A4 ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതെടുത്തോണ്ട് കുറച്ചുള്ളൂ. അപ്പം ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടേ. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണേലും കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ബുക്ക് എത്രയൊക്കെ ഉണ്ടോ അത്രയും നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ നമ്മളുടെ മെയിൻ പരിപാടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ എന്താ വെച്ചാൽ എൻ്റെ വാപ്പാടെ വീട്ടിലാണ്. ഞാൻ ഒരു റെയിൻബോ വരയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ റെയിൻബോ വരച്ചിട്ട് വരാം. ഞാൻ അല്ലാതെ കൂടി ഒന്ന് വരച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ എല്ലാം അതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ റെയിൻബോ മാത്രം വരച്ചോളൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. പിന്നെ നമ്മൾക്ക് ബ്ലാക്ക് ഒരു കളർ ഉണ്ടാവില്ലേ, ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മളിങ്ങനെ ലൈൻസ് വരച്ചെടുക്കണം. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. നെയിമിനൊരു ലൈന്, പിന്നെ ഒരു നമ്മൾ ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ നെയിം സ്ലിപ്പ് റെഡി. നിങ്ങൾക്ക് വേണമെങ്കിൽ